നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 6ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 58 മണ്ഡലങ്ങളിലായി 889 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഡൽഹിയിലെയും ഹരിയാനയിലെയും എല്ലാ സീറ്റുകളിലും ഈ ഒറ്റഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. കൂടാതെ ഇതോടൊപ്പം ഒഡീഷയിലെ 42 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും നടക്കും. മെഹബൂബ മുഫ്തി, മനോഹർ ലാൽ ഖട്ടാർ, മേനകാ ഗാന്ധി, അഭിജിത് ഗംഗോപാധ്യായ, കനയ്യകുമാർ എന്നിവരാണ് 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. 11.4 ലക്ഷം ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത്. ജൂൺ 1 നടക്കുന്ന 7ാം ഘട്ടത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ശക്തമായ മഴ. ഇടുക്കി ജില്ലയിൽ ഡാമുകൾ തുറക്കും. ജാഗ്രത. പാബ്ല, കല്ലാർകുട്ടി ഡാമുകളാണ് തുറക്കുന്നത്. യഥാക്രമം 600 ക്യുമെക്സ്, 300 ക്യുമെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. മുതിരപ്പുഴയാർ, പെരിയാർ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചു. വൻ ദുരന്തം ഒഴിവായി. ദേശീയപാതയിലൂടെ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചു. മുരിങ്ങൂർ ജംഗ്ഷന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTCയുടെ സഞ്ചാരി ബസ്സിലാണ് തീപിടുത്തമുണ്ടായത്. ബസിന്റെ പിന്നിൽ എഞ്ചിന്റെ ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. ബസിന് സമീപം യാത്ര ചെയ്തിരുന്ന ബൈക്ക് യാത്രികനാണ് ബസിന്റെ പിറകിൽ നിന്നും പുകയുയരുന്നത് കണ്ടത്. തുടർന്ന് ബസിനെ പിന്തുടർന്ന് ഡ്രൈവറെ വിവരമറിയിച്ചു. ഉടൻ തന്നെ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കിയതിനാൽ ദുരന്തം ഒഴിവായി. ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി വേഗത്തിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കിയതിനാൽ ബസിന്റെ അകത്തേക്ക് വ്യാപിക്കുന്നത് തടയാൻ സാധിച്ചു. നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. നിരവധി പേർക്ക് പരിക്ക്. കോഴിക്കോട് കൊടുവള്ളി മദ്രസ ബസാർ വളവിൽ ഇന്ന് രാവിലെ 7:15 അപകടം. വയനാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ബസ്സിനുള്ളിൽ കുടുങ്ങിയ ഒരാളെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെത്തിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് KSRTC ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞു കയറിയിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ വെടിയുണ്ടയുമായി യാത്രക്കാരൻ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെടിയുണ്ടയുമായി യാത്രക്കാരൻ പിടിയിൽ. ഇൻഡിഗോ വിമാനത്തിൽ പൂനെക്ക് പോകാനെത്തിയ മഹാരാഷ്ട്ര സ്വദേശി യാഷറൻ സിംഗ് ആണ് പിടിയിലായത്. യാഷറിന്റെ ബാഗേജ് സ്ക്രീൻ ചെയ്തപ്പോഴാണ് വെടിയുണ്ട കണ്ടെത്തിയത്. തുടർന്ന് ഇയാളെ പിടികൂടി പോലീസിന് കൈമാറി. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്.